തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കിക്കൊണ്ടുവന്ന വി റാംജി പദ്ധതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച് 2-ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉപരോധം സംഘടിപ്പിക്കും. പഞ്ചായത്ത്, മുനിസിപ്പൽ തലങ്ങളിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുൻപിലാണ് ഉപരോധം നടത്തുക. പുതിയ നിയമം റദ്ദാക്കി പഴയ നിയമം പുനഃസ്ഥാപിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. പുതിയ നിയമത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പുതിയ നിയമത്തിലെ വകുപ്പുകളൊന്നും തൊഴിലുറപ്പ് പദ്ധതി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകമല്ലെന്നും പദ്ധതി തന്നെ ഇല്ലാതാക്കുമെന്നും തൊഴിലാളികൾ ആശങ്കപ്പെടുന്നു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിരവധി മേഖലകളിലായി 226 തരം തൊഴിലുകൾ ചെയ്യാൻ കഴിയുമായിരുന്നു. പുതിയ നിയമത്തിൽ 4 മേഖലകളിൽ മാത്രമേ പണി ചെയ്യാൻ കഴിയൂവെന്നും നിയമം പിൻവലിക്കും വരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും തൊഴിലാളികൾ വ്യക്തമാക്കി. ഗ്രേഡിങ്ങിന്റെ കാര്യത്തിൽ അതേപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റുകൾ ഫണ്ട് 40% വഹിക്കണമെന്നുള്ള നിബന്ധന ഇതൊക്കെ ഫലത്തിൽ തൊഴിലുറപ്പ് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാനുള്ളതല്ല, തൊഴിൽ കൊടുക്കാനുള്ളതല്ല, തൊഴിൽ ഇല്ലാതാക്കാനുള്ള നിയമമാണ്. ഈ സമരം തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അതേപോലെ ഇതേവരെ നിലവിലുണ്ടായ നിയമത്തിൽ 226 തൊഴിലുകൾ ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ 4 മേഖലകളിൽ മാത്രമേ പണിയെടുക്കാൻ പാടുള്ളൂ. ആ 4 മേഖലകളിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആ 4 മേഖലകളുടെ അനുബന്ധ മേഖല കൂടി കൂട്ടിയാൽ 10-100 മേഖലയിൽ മാത്രമേ തൊഴിലാളികൾക്ക് പണിയെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. ആ രീതിയിൽ എല്ലാ അർത്ഥത്തിലും തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുകയാണ്. അല്ലെ, നമ്മൾ പറയുന്നില്ലേ, ഞെരിച്ചുകൊല്ല, ഞെക്കിക്കൊല്ല, നക്കിക്കൊല്ല എന്നൊക്കെ പറയാം. ആ രീതിയിൽ ഉള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. എന്ത് തന്നെയായാലും ഇതിനെതിരെ ശക്തമായുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് NRI വർക്കേഴ്സ് യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഈ മാർച്ച് മാസം 2-ാം തീയതി ഓരോ പഞ്ചായത്തിലും ഓരോ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉപരോധിക്കുകയാണ്. NRI വർക്കേഴ്സ് യൂണിയൻ രൂപം കൊണ്ടിട്ട് 15 വർഷം കഴിഞ്ഞു. ആ 15 വർഷക്കാലത്തിനകത്ത് പഞ്ചായത്ത് ഓഫീസുകളിലേക്ക്, കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക്, ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകൾ, സെക്രട്ടേറിയറ്റിലേക്ക്, രാജ്ഭവനിലേക്ക്, പാർലമെന്റിലേക്ക് ഒക്കെ തന്നെ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഉപരോധ സമരം ഞങ്ങൾ ആദ്യമായി ഉപരോധ സമരത്തിലേക്ക് നടത്തുക. 2-ാം തീയതി മലപ്പുറം ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലേക്ക്, മുനിസിപ്പാലിറ്റികളിലേക്ക് ഓരോ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾ ഞങ്ങൾ ഉപരോധിക്കും. NRI വർക്കേഴ്സ് യൂണിയൻ ഭാരവാഹികളായ അസൈൻ കാരാട്ട്, VP അയ്യപ്പൻ, K ഇക്ബാൽ, നാണി എന്നിവർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.